2023 സിനിമ ഇൻഡസ്ട്രിക്ക് മലയാള സിനിമ അധികം സംഭാവനകൾ നൽകാത്ത ഒരു വർഷമായിരുന്നു. അതിനുശേഷം 2024 ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സമ്മാനിച്ച് കളക്ഷൻ റെക്കോർഡുകൾ സമ്മാനിച്ച് മലയാള സിനിമ തന്റെ പേരറിയിച്ച വർഷമായിരുന്നു 2024. കാരണം ആദ്യ 6 മാസത്തിനിടയിൽ വമ്പൻ ഹിറ്റുകളാണ് മലയാള സിനിമ സമ്മാനിച്ചത്. പ്രത്യേകിച്ച് ആവേശം എന്ന സിനിമ മലയാളത്തിനപ്പുറത്തേക്ക് മറ്റു നാടുകളിൽ വൻ തരംഗം സൃഷ്ടിക്കുകയും ഒപ്പം അതിനോടൊപ്പം കുറച്ചു നാളുകൾക്ക് ശേഷം ഇറങ്ങിയ ഒരു മലയാള ചിത്രം, നമ്മുടെ സൗബിനൊക്കെ നായകനായിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ്, ആ സിനിമയും തമിഴ്നാട്ടിൽ വൻ ഹിറ്റാവുകയും ആ സമയത്ത് തമിഴിൽ ഒരു നല്ല സിനിമ ഇല്ലാതാവുകയും തമിഴന്മാർ കൂട്ടമായി ഈ മലയാള സിനിമയ്ക്ക് കയറുകയും ഒക്കെ ചെയ്ത് വമ്പൻ നിലയിലേക്ക് ഉയർന്ന ഒരു ഇൻഡസ്ട്രിയായി മലയാള സിനിമ വളർന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും ചർച്ച ചെയ്തു വമ്പൻ സിനിമകൾ, നല്ല കഥയുള്ള ചിത്രങ്ങൾ, ഇതെല്ലാം നൽകുന്നത് നമ്മുടെ മലയാള സിനിമയാണ്. അവര് ചെറിയ ബഡ്ജറ്റ് ഉപയോഗിച്ച് വമ്പൻ സിനിമകൾ സൃഷ്ടിക്കാൻ ഒരു അത്ഭുത ലോകമായിട്ട് നമ്മുടെ മലയാള സിനിമയെ കാണും. കാരണം പുറം നാടുകളിൽ ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് കോടികളുടെ ബഡ്ജറ്റാണ് വരുന്നത്. അതായത് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് 100, 200, 300 കോടി എമൗണ്ട് ഒക്കെ വെച്ച് ഒരു സിനിമ ചെയ്യുകയും എന്നാൽ ആ സിനിമ വിചാരിച്ചത്ര നല്ല സ്ക്രിപ്റ്റ് ഇല്ലാതെ വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുറച്ച് മാസരംഗങ്ങളും പാട്ടുകളും മാത്രമായി ഒതുക്കി കഥ എന്ന് പറയുന്നതിന് കൃത്യമായിട്ടൊരു താളമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ സിനിമകൾ മറ്റു ഭാഷകളിൽ ഇറങ്ങിയപ്പോൾ സൗത്ത് ഇന്ത്യ നല്ല കഥകൾ കൊണ്ടുവന്ന് മറ്റുള്ളവരെ എല്ലാവരെയും ഞെട്ടിച്ചു. ഈ ഒരു സമയത്ത് വമ്പൻ രീതിയിൽ ഉയർന്ന മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് 6 മാസങ്ങൾക്ക് ശേഷം സംഭവിച്ചത് വൻ ഇടിവായിരുന്നു. ശേഷം ഇറങ്ങിയ സിനിമകൾക്കൊപ്പം വിവാദങ്ങളും നല്ല രീതിയിൽ കൊളുത്തി. അങ്ങനെ വിവാദങ്ങളിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രി വീണ്ടും താഴേക്ക് കൂപ്പുകുത്തിയത് നമുക്ക് കാണാം. ഇങ്ങനെ കൂപ്പുകുത്തിയ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ നിരവധി ആരോപണങ്ങളാണ് വന്നത്. ഒന്നും കൃത്യമായ രീതിയിൽ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ കോടതി അംഗീകരിച്ച രീതിയിൽ, അല്ലെങ്കിൽ പോലീസുകാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചതൊന്നുമില്ല. കുറെ സ്ത്രീകൾ വന്ന ആരോപണങ്ങളുമായി മുൻപോട്ട് വരികയാണ്. ഇപ്പോൾ അവസാനമായിട്ട് നിവിൻ പോളിയുടെ വിഷയമാണ് നമുക്ക് സംസാരിക്കേണ്ടതുള്ളത്. നിവിൻ പോളി കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കുന്ന പല തെളിവുകളും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും മുൻപോട്ട് വെക്കുമ്പോൾ മലയാള സിനിമയെ തകർക്കാനായി ഒരു വിഭാഗം വരുന്നതാണോ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ഒരു രീതിയിൽ ചർച്ചയായി വന്നു. കാരണം നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ വന്നു. പല നടന്മാരും ഇതുപോലെ വിവാദങ്ങളിൽ ഉൾപ്പെടുമ്പോൾ ജനങ്ങൾ ട്രോളുകയും കളിയാക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നിവിൻ പോളിയുടെ കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടത്. കാരണം എവരും പറഞ്ഞു നിവിൻ പോളി അദ്ദേഹം ശരിയാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്തായിരിക്കും ശരി എന്നുള്ള രീതിയിൽ വന്നു. എന്നാൽ കേസ് എന്തായി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇപ്പോഴും പറയാറായിട്ടില്ല. എന്തായാലും നടിയുടെ ഈ താരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന്റെ പേരിൽ കുറച്ച് വിവാദങ്ങൾ ഇപ്പോഴും ഉടലെടുക്കുകയാണ്. കാരണം ചില യൂട്യൂബേഴ്സ്, നമുക്കറിയാം വിവാദമായിട്ടുള്ള ഇതുപോലുള്ള കേസുകളിൽ ഇരയുടെ ചിത്രം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ചില യൂട്യൂബേഴ്സ് അവരുടെ സമ്പാദ്യം വളർത്താനായിരിക്കാം എന്തോ അവർ അതിനുവേണ്ടി ചിത്രങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ 12 യൂട്യൂബേഴ്സിനെതിരെ പോലീസ് നേരിട്ട് കേസെടുത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് വീണ്ടും നിവിൻ പോളിയുടെ കേസ് കുത്തിപ്പൊങ്ങുകയാണ്. എന്തായാലും ഇനി അന്വേഷിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ എത്ര താരങ്ങൾക്ക് എന്തൊക്കെ വിവാദങ്ങളിൽ ഉൾപ്പെടേണ്ടി വരുമെന്നറിയില്ല. പക്ഷെ ഓണമാണ്, ഓണത്തിന് നല്ല ചിത്രങ്ങൾ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് റിലീസാവാൻ പോവുകയാണ്. നമ്മുടെ ടൊവിനോ തോമസിന്റെ ചിത്രം ARM, അത് ഭയങ്കര പ്രതീക്ഷയുള്ള ചിത്രമാണ്. അപ്പോൾ ആ ഒരു സിനിമ എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് അറിയില്ല. ഈ സമയത്ത് ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്. അതെല്ലാം ജനങ്ങൾ ഏറ്റെടുക്കുമോ എന്ന ചോദ്യമുണ്ട്. നിങ്ങൾ ഇനി തിയേറ്ററിൽ പോയി സിനിമ കാണുമോ? വെക്കേഷനാണ്, 10 ദിവസമാണ്, കുട്ടികളൊക്കെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ കുട്ടികളെയും മൊത്ത് ഫാമിലിയും ഒക്കെ ആയിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോകുമോ? വീണ്ടും സിനിമ കാണുന്ന ശീലം മലയാളിക്ക് തുടർക്കഥയായി തുടർന്നുകൊണ്ടിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പോകുമോ സിനിമയ്ക്ക്? കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓണത്തിന് വൺ കളക്ഷൻ കിട്ടുമോ അതോ അടിതെറ്റുമോ? മലയാള സിനിമ ആദ്യ 6 മാസം കൊണ്ട് ഉയർത്തിയ വളർച്ച ഒറ്റയടിക്ക് താഴേക്ക് വീഴുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. അതുവരെയും കാണാം. ബൈ.